മത്സരത്തിന്റെ ആവേശം പ്രചരണത്തിൽ കണ്ടില്ലെങ്കിലും ഫലത്തിൽ തെളിഞ്ഞത് വ്യക്തമായ ബി.ജെ.പി. മുൻതൂക്കമായിരുന്നു. ശക്തി കേന്ദ്രങ്ങളിൽ എ.എ.പി. തകർന്നടിഞ്ഞപ്പോൾ കോൺഗ്രസ് സംപൂജിതരായി. അരവിന്ദ് കെജ്രിവാൾ പോലും വിയർക്കുകയായിരുന്നു. അഴിമതിക്കെതിരെ ചൂലെടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ കെജ്രിവാളിനും സംഘത്തിനെയും 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ച ഡൽഹിയിലെ ജനങ്ങൾ ഇത്തവണ ബി.ജെ.പിക്ക് അവസരം നൽകി. അഴിമതി തുടച്ചു മാറ്റാൻ ചൂലുമായി ഇറങ്ങിയവർ തന്നെ അഴിമതി കുരുക്കിലായി നാണക്കെടുത്ത കാഴ്ചയാണ് ഡൽഹിയിൽ കാണുന്നത്. മദ്യനയ അഴിമതിയിലെ 100 കോടി ആരോപണവും ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ കോടികൾ ചിലവഴിച്ചെന്നതും നേരിടാൻ കഴിയാത്തതാണ് എ.എ.പിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. ജയിലിൽ പോയപ്പോൾ ഇ.ഡി ഉപയോഗിച്ച് ബി.ജെ.പി. നടത്തുന്ന ആക്രമണം എന്ന് ആരോപണം ഉന്നയിച്ചെങ്കിലും ജനം അത് വിശ്വസിച്ചില്ലെന്നതാണ് ഫലം തെളിയിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിൽ രാജിവെച്ച് ഔദ്യോഗിക വസതി ഒഴിഞ്ഞതും. ഇതിലൂടെ രക്തസാക്ഷി ഇമേജിനായിരുന്നു ശ്രമം. എന്നാൽ വില പോയില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെ ചിട്ടയായ പ്രവർത്തനമാണ് ബി.ജെ.പി. നടത്തിയത്. മോദി തന്നെ നേരിട്ട് പ്രചരണം നയിക്കുകയായിരുന്നു. കേന്ദ്ര നേതൃത്വം ഒന്നടങ്കം പ്രചരണത്തിനെത്തി. കൂടാതെ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളും നടത്തി. ഇതോടെ 27 വർഷത്തിന് ശേഷം ബി.ജെ.പിക്ക് ഭരിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെങ്കിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജാർഖണ്ഡിൽ ഒഴികെ മറ്റെല്ലായിടത്തും വിജയിച്ചത് ബി.ജെ.പിക്കും പ്രധാനമന്ത്രി മോദിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കോൺഗ്രസ് തുടർച്ചയായി 3ാം വട്ടവും സംപൂജിതരായി തുടരുകയാണ്. വർഷങ്ങളോളം ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് ഇത്രയും മോശം അവസ്ഥയിലുള്ളത്. ഇന്ത്യ സഖ്യം ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കുകയും രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത് വലിയ പ്രചരണം നടത്തിയിട്ടും ഉണ്ടായ കനത്ത പരാജയം കോൺഗ്രസിന് കടുത്ത നിരാശയാണ് സമ്മാനിക്കുന്നത്.